പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊന്നും മിണ്ടാത്തതെന്ന് കുറച്ച് കമന്റുകൾ. എന്നാൽ അതേക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാന്ന് വെച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എന്താ മിണ്ടാത്തതെന്ന് മറ്റൊരു ചോദ്യം. സത്യത്തിൽ ഇത് രണ്ടിന്റെ ഉത്തരം ഒന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചിരുന്നു ഇതിനു മുമ്പ്. അത് എല്ലാ ചാനലുകളും യൂട്യൂബ് ചാനലും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡിഫറന്റ് ആംഗിൾസ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. അത് ചെയ്യാത്തതിന്റെ കാരണം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിക്കണമായിരുന്നു എന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ്, രാഷ്ട്രീയ ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്, കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയുള്ള ചില ഗൂഢശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ചില കടൽക്കടവന്മാരും പിന്നെ CPM-ലുള്ളവരും രണ്ടുപേരും കൂടെ ചേർന്ന് ഒത്തുകളിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തെ മൂലക്കിരുത്തിയതാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നാൽ ഈ കോൺഗ്രസിലെ ചിലരുടെ വഴിമുടക്കികളാണ് ആകും എന്ന് അവർ വിളിച്ച് ഭയപ്പെടുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ അവർ കൂടി കൂട്ടാൻ നിന്നു. പക്ഷെ രാഹുൽ തന്റെ ആദ്യത്തെ ഒരു ആരോപണം വന്നതിന് ശേഷമുള്ള നിയമസഭയിൽ പോയി ഹാജരായി മടങ്ങി വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അതേ ഒരു ചാലഞ്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കും എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ, പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജയിക്കാമായിരുന്നു. അദ്ദേഹത്തിന് തുടർന്നും രാഷ്ട്രീയത്തിൽ തുടരാൻ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇനി എന്റെ ഒരു കാഴ്ചപ്പാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കഴിഞ്ഞു. ഇനിയില്ല അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലില്ല. ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിൽ കയറി വന്നതിന് ശേഷം എന്തെങ്കിലും ആവുമെന്ന് ചോദിച്ചാൽ സാധ്യത ഇല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ല കഴിവുള്ള നാടിന് ഗുണമുള്ള ഉപകാരമുള്ള ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി മറ്റുള്ളവർ ചേർന്ന് അടിച്ച് ഇരുത്താൻ ശ്രമിച്ചപ്പോൾ രാഹുൽ മനഃപൂർവ്വം തലകൊണ്ട് വെച്ച് അത് ഇല്ലാതാക്കി. അതിലൊരല്പം നിരാശയുണ്ട്. കാരണം കഴിവും പ്രാപ്തിയുള്ളവര് രാഷ്ട്രീയ നേതാക്കന്മാരെ വന്നെങ്കിലേ കാര്യമുള്ളൂ. രാഹുലിന് ഇപ്പോൾ ഒരു MLA സ്ഥാനം മാത്രമേ ഉള്ളൂ. എന്നിട്ടും അവിടെ കുറെ വീടും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇനിയിപ്പോ രമേശ് പിഷാരടിയാണ് അവിടെ വരാൻ ഉദ്ദേശിക്കുന്നത്. രമേശ് ജയിക്കും എന്നുള്ള ഒരു ധാരണയൊന്നും എനിക്കില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടിക്ക് കോൺഗ്രസിന്റെ വേദികളിൽ നിന്നുകൊണ്ട് അപ്പോൾ തന്നെയും അടയും കുറിച്ചും വിമാനത്തെക്കുറിച്ചും കോമഡി അടിച്ചുള്ള പരിചയമുള്ളൂ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുള്ള പരിചയം അദ്ദേഹത്തിന് ഇല്ല. അത്തരത്തിലുള്ള ഒരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് നടക്കുന്നല്ലാതെ പാലക്കാട് ഒരു ഓഫീസ് ഇട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിന്ന പോലെ ഒരു MLA ആയി നിന്ന് പ്രവർത്തിച്ച് അവിടെ ഇങ്ങോട്ട് തുടരും എന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കൂളായി അവിടെ ജയിച്ചു വരും. പാലക്കാട് ചെയ്യേണ്ട സ്ഥലത്ത് നട്ടൽ ഉയർത്തി നിന്നുകൊണ്ട് പറയേണ്ടതുപോലെ പറയാൻ കഴിയുന്ന ആർജവമുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ പാലക്കാടിന് അത്തരത്തിലൊരാൾ തന്നെയാണ് നല്ലത്. അല്ലാതെ ഇപ്പൊ CPM ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും ജയിച്ചങ്ങോട്ട് പാർട്ടിപരമായിട്ട് ജയിച്ചു വന്നിട്ട് പാലക്കാടിന് ഒരു ഗുണമില്ല എന്നുണ്ടെങ്കിൽ എന്താ കാര്യമുള്ളത്? മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ MLA ഓഫീസ് 3-4 സ്ഥലത്തിടുമെന്ന് പറയുന്നത് കേട്ടു. ഈ 3-4 സ്ഥലത്ത് MLA ഓഫീസ് ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് സൗകര്യമാണ്. അവർ പറയുന്ന പോലെ ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർ അങ്ങനെയാണ്. അതുകൊണ്ട് പാലക്കാട്ടത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നില പരിശോധിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഈസിയായി ജയിച്ചു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കോൺഗ്രസ് പറയണത് എന്താണെന്നറിയാം? CPM-ഉം പിന്നെ BJP-യും കൂടെ അവിശുദ്ധ കൂട്ടുകിട്ടുന്നു. സത്യത്തിൽ എനിക്കത് നേരെ തിരിച്ചാ തോന്നുന്നത്. കോൺഗ്രസും BJP-യും കൂടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അതുകൊണ്ടാണല്ലോ ജയസാധ്യത തീരെ കുറഞ്ഞ എന്നാൽ വല്ലാണ്ട് ജയിച്ചു കയറും എന്ന് കരുതുന്ന രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണേ. പാലക്കാടിനെ ആദ്യമായിട്ടായിരിക്കും രമേശ് പിഷാരടി കാണുന്നത്. ആകെ ഷാഫി പറമ്പിൽ വന്ന് കുറെ സംസാരിച്ചു പോകുന്നു, ഷാഫി കുറച്ച് ഉറപ്പ് കൊടുക്കുന്നു എന്നതിലുപരി എന്ത് പ്രവർത്തന പരിചയമാണ് ഈ പറയുന്ന അദ്ദേഹത്തിനുള്ളത്. കോൺഗ്രസിന്റെ വേദികളിൽ കുറെ സംസാരിച്ചിട്ടുണ്ട്. മുമ്പ് VD സതീശനും എല്ലാവരും കൂടി ഇരിക്കുന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നത് കേട്ടു. ഫ്ലൈറ്റ് പോയപ്പോ ഇൻഡിഗോ എന്ന ഫ്ലൈറ്റിന്റെ തമാശ, പിന്നെ അപ്പോ എന്ന് പറഞ്ഞതിന്റെ തമാശ, ഇങ്ങനെ കുറെ തമാശകൾ. അതൊക്കെ കൊള്ളാം, സംഗതി കേൾക്കാനൊക്കെ രസമാണ്. പക്ഷെ ഒരു MLA എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഇതൊന്നും പോരാ. അതിന് കഴിവുള്ള ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കാര്യം എത്രയൊക്കെ വന്നു കഴിഞ്ഞാലും ഏതൊക്കെ രീതിയിൽ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ നേരിട്ട് പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ തങ്ങളുടെ ഒരു വഴിയിലെ തടസ്സമാക്കി കടൽക്കടവന്മാരെ കണ്ട് അയാളെ മാറ്റി നിർത്തിയിട്ട് രമേശ് പിഷാരടി കൊണ്ടുവന്ന് വെച്ചപ്പോ കോൺഗ്രസും BJP-യും തമ്മിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായി. അവിടെ ഒരു BJP ജയിച്ചോട്ടെ എന്ന് കരുതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ മറ്റു പല ഭാഗങ്ങളും ഈ വെച്ച് മാറിയിട്ടുണ്ടാകാം. ഏത് പിന്നെ BJP-ന്റെ ആൾക്കാരാണ് ഇനി ഒരുപക്ഷെ ബലിയേടാകുന്നെന്ന് അറിയാൻ വയ്യ കോൺഗ്രസ്സുകാർ ജയിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ വ്യക്തി പാലക്കാട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ആയതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനമായി.
ഇനി കേരളത്തിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നത് 5 വർഷം കഴിഞ്ഞാണ്. ആ 5 വർഷം കഴിഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചർച്ചാ വിഷയമാകില്ല. ഇപ്പോൾ തന്നെ ചർച്ചാ വിഷയമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മറ്റ് യൂട്യൂബ് ചാനലുകൾക്കും എല്ലാവർക്കും, എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും ഒരു റവന്യൂ സോഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു ശബ്ദം ആരും സംസാരിക്കുന്നില്ല. മാത്രമല്ല, രാഹുലിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് വ്യൂസ് ആയി പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ഒരു 1000, 2000, 5000, പരമാവധി 25,000 എത്തി അവിടെ നിൽക്കുകയാണ്. കാര്യം ആൾക്കാർക്ക് കഴിഞ്ഞു, അതിന്റെ ഒരു ഹരം അങ്ങോട്ട് കഴിഞ്ഞു. ഇതാണ് രാഹുൽ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഈ ഒരു പുഷ്കര കാലത്ത് ഇപ്പോൾ രാഹുലിനെ വേണം എന്ന് പറഞ്ഞ ഈ സമയത്ത് അദ്ദേഹം സ്വതന്ത്രനായി എവിടെയെങ്കിലും കയറി നിന്ന്, അല്ലെങ്കിൽ പാലക്കാടോ മറ്റ് പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്തോ കയറി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെയും ആ നാട്ടിലെ നിഷ്പക്ഷമതികളായ മറ്റുള്ളവരെയും പിന്തുണ കൊണ്ട് ജയിച്ച് MLA ആയി വന്ന് കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നേ, അതൊക്കെ അതിന്റെ വഴിക്ക് പൊക്കോളും. അതിന്റെ വഴി നടന്നിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനും അതുകൊണ്ട് ഗുണമുണ്ടായേനെ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, ആ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ആ ഒരു യുവ പ്രവർത്തകൻ, അവനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭാവിയിൽ ഒരു ഉപകാരമായി കിട്ടിയേനെ. എന്നിട്ട് അതൊന്നും അല്ല അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു രാഷ്ട്രീയ നേതാവ് അപ്രസക്തനായി മാറുന്ന ഒരു കാഴ്ച. ആ കാഴ്ചയെ കുറിച്ച് അധികം സംസാരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത്. ഏതായാലും കടൽക്കോടന്മാർ പാലക്കാട് BJPക്ക് ഒരു സീറ്റ് ഉറപ്പിച്ചു കൊടുത്തു. അത് അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. Different angles. Don't forget to subscribe and support this channel.